ഹായ്, വെൽക്കം ടു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ്. ഇന്ന് ഈ ഒരു വീഡിയോ ലെസണിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് SEOനെ കുറിച്ചാണ്. കഴിഞ്ഞ ലെസൺസിൽ നമ്മൾ SEOനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതിൻ്റെ ബാക്കിയാണ് നമുക്ക് ഈ ഒരു വീഡിയോ ലെസണിൽ ഡിസ്കസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ലെസണിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, നമുക്ക് ഇനി എന്തൊക്കെയാണ് ഈ ഒരു ടോപ്പിക്കിൽ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ ലെസണിൽ നമുക്ക് പഠിക്കാനുള്ളത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, സെർച്ച് എൻജിൻ ഒപ്റ്റിമൈസേഷൻ. സെർച്ച് എൻജിൻ ഒപ്റ്റിമൈസേഷൻ എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഗൂഗിളിൽ നമ്മളുടെ ബ്ലോഗോ അല്ലെങ്കിൽ വെബ്സൈറ്റിനെയോ കൂടുതൽ വിസിബിലിറ്റി നൽകുക. ഓക്കെ, അതുവഴി കൂടുതൽ സെർച്ചസ് നമ്മുടെ ബ്ലോഗിലേക്ക് എന്ത് ചെയ്യുക, കൊണ്ടുവരിക, കൂടുതൽ ട്രാഫിക് ഇൻക്രീസ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സെർച്ച് എൻജിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സിലൂടെ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയൊക്കെയാണ് നമ്മുടെ ബ്ലോഗിന് കൂടുതൽ സെർച്ചസ് അല്ലെങ്കിൽ ട്രാഫിക് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഓഫ് സൈറ്റ് SEO ടെക്നിക്ക്. ഓക്കെ, ഓഫ് സൈറ്റ് SEO ടെക്നിക്കിൽ നമുക്ക് പറയുന്നത്, നിങ്ങൾ ഈ ഒരു പിക്ചർ കാണുന്നുണ്ടായിരിക്കും. ഈ പിക്ചറിൽ സെൻറ്ററിൽ നമ്മുടെ വെബ്സൈറ്റ് അല്ലെങ്കിൽ ബ്ലോഗ് ആയിരിക്കും. സൈഡിൽ നിങ്ങൾക്ക് കാണാൻ ചെറിയ ഒരു ഐക്കൺസ് കാണുന്നുണ്ട്, സ്ക്രീൻസ് കാണുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് സൈറ്റുകളോ അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമുകളായിരിക്കും. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റ് അല്ലെങ്കിൽ ബ്ലോഗ് മറ്റു പല ബ്ലോഗുകളുമായിട്ടോ അല്ലെങ്കിൽ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാറ്റ്ഫോമുകളുമായിട്ടോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളായിട്ടൊക്കെ കണക്ഷൻ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേതെങ്കിലും വെബ്സൈറ്റിലെ ബ്ലോഗിൽ നമ്മളുടെ ബ്ലോഗിൻ്റെ URLs നമുക്ക് പ്ലേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതുവഴി എന്ത് ചെയ്യുന്നു, നമ്മുടെ വെബ്സൈറ്റിലേക്ക് ട്രാഫിക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. ഗൂഗിൾ എപ്പോഴും ഒപ്റ്റിമൈസ് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ കണക്ഷൻ ഏത് സൈറ്റിലാണോ ഉള്ളത് അതിനനുസരിച്ചായിരിക്കും ഗൂഗിളിൽ എന്ത് വരുന്നത്, സൈറ്റ് അപ്പായി വരുന്നത്. ആ അപ്പായി വരുന്നതിനനുസരിച്ച് കൂടുതൽ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ഓഡിയൻസിന് നമ്മുടെ സൈറ്റ് വ്യൂ ചെയ്യാൻ സാധിക്കുകയും അതിൽ കൂടുതൽ ക്ലിക്ക് വരികയും ചെയ്യുന്നു. അങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ക്ലിക്ക് വരുന്നതിനനുസരിച്ച് നമ്മുടെ ബ്ലോഗും മെല്ലെ എന്ത് ചെയ്യുന്നു, അപ്പ് ചെയ്ത് വരുന്നു. മേ ബി നമ്മളൊരു ബ്ലോഗൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ടോപ്പ് 30 അല്ലെങ്കിൽ 50 ആയിരിക്കും നമുക്ക് ബ്ലോഗ് പെട്ടെന്ന് വിസിബിൾ ആവത്തില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ബ്ലോഗ് വിസിബിൾ ആക്കാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും കണക്ടിവിറ്റി കൂട്ടുക, ബാക്ക് ലിങ്കുകൾ ചെയ്യുക. അതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് തുടർന്നുള്ള വീഡിയോസിലൊക്കെ നമുക്ക് കാണാം. അതിന് ഏറ്റവും സിമ്പിളായിട്ട് പറയുന്നത് ലിങ്ക് ബിൽഡിംഗ് എന്നാണ്. ലിങ്ക് ബിൽഡിംഗ് പ്രോസസ്സാണ് നമുക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്കറിയാം ബാക്ക് ലിങ്ക് മെത്തേഡ് 1. ഓക്കെ, അതിൽ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് സെർച്ച് എൻജിൻ സബ്മിഷൻസ് ആൻഡ് പിംഗോമാറ്റിക്. ഓക്കെ, അതിൽ സെർച്ച് എൻജിൻ സബ്മിഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് സെർച്ച് എൻജിൻസ് ഉണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മുടെ ബ്ലോഗിനെ എന്ത് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക. കൂടുതൽ ഓരോ സെർച്ച് എൻജിനിലും പ്രോപ്പറായിട്ടുള്ള രീതിയിൽ സബ്മിറ്റ് ചെയ്താലായിരിക്കും നമുക്കതിൻ്റെ ഒരു റിസൾട്ട് അല്ലെങ്കിൽ കിട്ടുക, കൂടുതൽ വിസിബിലിറ്റി കിട്ടുക. അത് നമുക്ക് പിംഗോമാറ്റിക് എന്ന് പറയുന്ന ടൂൾ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, ഒരു പ്രോസസ്സ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂൾ തന്നെയാണ് പിംഗോമാറ്റിക് എന്ന് പറയുന്നത്. അത് നമുക്ക് യൂസ് ചെയ്യാം. രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് സോഷ്യൽ ബുക്ക് മാർക്കിംഗ് എന്നാണ്. അതിൽ പറയുന്നത് ടോപ്പ് 5 സൈറ്റ്സ് ഓൺലി, ഡോണ്ട് ഓവർലോഡ്. അതായത് നമുക്ക് ഒരുപാട് സോഷ്യൽ ബുക്ക് മാർക്കിംഗ് സൈറ്റുകളുണ്ട്. ഇപ്പം നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ട് പറയണമെങ്കിൽ സോഷ്യൽ മീഡിയാസിൽ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, അതുപോലെ ട്വിറ്റർ, ലിങ്ക്ഡിൻ, അങ്ങനെ ഒരുപാട് പ്ലാറ്റ്ഫോമുകളുണ്ട്. ഇതുപോലെ നമുക്ക് ഏതെല്ലാം പ്ലാറ്റ്ഫോമുകളാണോ ഓൺലൈനിൽ അവൈലബിൾ ആവുന്നത് അത്രയും പ്ലാറ്റ്ഫോമുകളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കൊരു പ്രോസസ്സ് ബേസ് ചെയ്തിട്ട് ലിമിറ്റ് വെച്ചുകൊണ്ട് 5 സൈറ്റ് ഓൺലി എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, സൈറ്റിൽ ഇതുപോലെ പ്രൊഫൈൽസ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് പോവാം. അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് പോകുന്ന വഴി നമുക്കറിയാം പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൽ നമ്മളുടെ വെബ്സൈറ്റ് അഡ്രസ്സ്, അതുപോലെ നെയിം, കോണ്ടാക്റ്റ്, എബൌട്ട് എല്ലാം നമ്മൾ കൊടുക്കുന്ന വഴി അവിടെ ഒരു കണക്ഷൻ മറ്റൊരു പ്ലാറ്റ്ഫോമിൽ നമ്മളെക്കുറിച്ചുള്ള ഐഡൻറ്റിറ്റി അവിടെ ലൈവ് ആവുകയാണ്. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യാം, ഈ ഒരു getpocket.com എന്ന് പറയുന്നത് സോഷ്യൽ ബുക്ക് മാർക്കിംഗ് പ്ലാറ്റ്ഫോമാണത്. ഇതിൽ എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഇവിടെ സൈനപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അക്കൗണ്ട് ഉള്ളവർക്ക് ലോഗിൻ ചെയ്യാം. ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോംസ് ആണ് സോഷ്യൽ ബുക്ക് മാർക്കിംഗ്. അതായത് സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും ഇതിലുണ്ടാവുക. അതായത് കൂടുതൽ കോമൺ പീപ്പിൾസ് അല്ലെങ്കിൽ എല്ലാവരും സോഷ്യലി കണക്ട് ചെയ്യുന്ന പ്ലാറ്റ്ഫോമുകളാണ് നമുക്കിവിടെ ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പോൾ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ പോലുള്ള പ്ലാറ്റ്ഫോമുകൾ തന്നെയായിരിക്കും സോഷ്യൽ ബുക്ക് മാർക്കിംഗ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. അത് നമുക്ക് എന്ത് ചെയ്യാം, സൈൻ അപ്പ് വിത്ത് ഗൂഗിൾ ഉണ്ട്, സൈൻ അപ്പ് വിത്ത് ഇമെയിൽ. വളരെ സിമ്പിളായിട്ട് ലോഗിൻ ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷനാണ് സൈൻ അപ്പ് വിത്ത് ഗൂഗിൾ. ഓക്കെ, അപ്പോൾ ഞാൻ ഗൂഗിൾ സൈൻ അപ്പ് ചെയ്തു. ഇപ്പോൾ ഞാനുള്ളത് ഗെറ്റ് പോക്കറ്റിൻ്റെ ഇൻസൈഡിലാണ്.
ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കാണാം പ്രൊഫൈലിലെ എല്ലാ ഡീറ്റെയിൽസും കൂടെ കാണാം. ഇതുപോലെ നമുക്ക് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ട് സോഷ്യൽ ബുക്ക് മാർക്കിംഗ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതാണ്. നമ്മുടെ പ്രൊഫൈൽ കറക്റ്റായിട്ട് സെറ്റ് ചെയ്യുക. ഇപ്പോൾ എവിടെയാണ് നമ്മുടെ പ്രൊഫൈൽ ലിസ്റ്റ് എല്ലാം ചെയ്യേണ്ടത്, അത് ജസ്റ്റ് ഓപ്പൺ ചെയ്യും, വ്യൂ പ്രൊഫൈൽ കൊടുക്കുക. നമ്മുടെ A to Z കാര്യങ്ങൾ എന്തെല്ലാം നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ എൻ്റർ ചെയ്യേണ്ടതുണ്ടോ അതെല്ലാം എൻ്റർ ചെയ്ത് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ഈ ഒരു പ്ലാറ്റ്ഫോം ഏത് ടൈപ്പ് പ്ലാറ്റ്ഫോം ആണോ ആ പ്ലാറ്റ്ഫോമിൽ അവരുടെ ഇപ്പോൾ പോസ്റ്റാണോ നമ്മൾ പബ്ലിഷ് ചെയ്യണമെങ്കിൽ പോസ്റ്റ് പബ്ലിഷ് ചെയ്യുക, കണ്ടൻറ്റാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കണ്ടൻറ്റ് ചെയ്യുക, തുടങ്ങിയ കാര്യങ്ങൾ എന്താണോ ഓരോ പ്ലാറ്റ്ഫോമും ഡിഫറെൻ്റ് ആയിരിക്കും ആക്ടിവിറ്റികളൊക്കെ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് ഓരോ കാര്യങ്ങളും കറക്റ്റായിട്ട് എൻ്റർ ചെയ്യുക. ഇപ്പോൾ ഇതിൽ നോക്കിയാൽ അറിയാം ഓപ്ഷൻസ് എന്ന് പറയുന്നത് നെയിം ഉണ്ട്, ലൊക്കേഷൻ, അതുപോലെ തന്നെ അക്കൗണ്ട്, എഡിറ്റ്, പ്രൊഫൈൽ, ഇതെല്ലാം നമുക്ക് ഫില്ല് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും, നമ്മളൊരു കറക്റ്റായിട്ടുള്ളൊരു പ്രോപ്പർ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാം. ഈ സോഷ്യൽ ബുക്ക് മാർക്കിംഗ് സൈറ്റിൽ നമുക്കതിൽ പോസ്റ്റ് ചെയ്യാം, പോസ്റ്റ് ഷെയർ ചെയ്യാം, മറ്റുള്ളവരുമായിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഓരോ കണക്ഷൻസും ബിൽഡ് ചെയ്യുന്നത് വഴി നമുക്ക് എന്ത് ചെയ്യുന്നു, നമ്മുടെ ഒരു പ്രൊഫൈലിന് അല്ലെങ്കിൽ ഗൂഗിളിൽ നമ്മളൊരു ബ്ലോഗിൻ്റെ കണക്ടിവിറ്റി കൂടുകയും വിസിബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിനും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടെക്നിക്കാണ് സോഷ്യൽ ബുക്ക് മാർക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഒരുപാട് ഗൂഗിളിൽ സോഷ്യൽ ബുക്ക് മാർക്കിംഗ് സൈറ്റുകൾ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഫൈൻഡ് ചെയ്യാം, അത് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് കണക്ഷൻസ് ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടി അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യാം. അത് പ്രോപ്പറായിട്ട് എപ്പോഴും ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മോസ് ബാറിൽ നിങ്ങൾക്ക് അതിൻ്റെ റാങ്ക് ചെക്ക് ചെയ്യുന്നത് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഇവിടെ നിങ്ങൾക്ക് മോസ് ബാറിൻ്റെ ഈ ഒരു ബാർ ഇവിടെ കാണുന്നുണ്ട്, ഇതിൽ അതിൻ്റെ സ്കോറൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നു, ഡിസ്പ്ലേ ചെയ്ത് വരും. ഓക്കെ, ഇത് ജസ്റ്റ് ഇപ്പോൾ ഒന്ന് സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽസ് ഇവിടെ വരുന്നതായിരിക്കും. ഓക്കെ, ഈ മോസ് ബാർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. മോസ് ബാർ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഗൂഗിളിൽ ഇതുപോലെ മോസ് ബാർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരും, അത് ഡിസ്പ്ലേ ചെയ്ത് വരും. ഇതാണ് മോസ് ബാറിൻ്റെ പ്ലാറ്റ്ഫോം. ഓക്കെ, മോസ് ബാർ ഇതുപോലെ പ്ലാറ്റ്ഫോംസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് മോസ് ബാറിൻ്റെ ഹോം പേജാണ്. ജസ്റ്റ് ഗൂഗിളിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്ലാറ്റ്ഫോമിലേക്ക് നിങ്ങൾക്ക് ആക്സസ് കിട്ടുന്നതായിരിക്കും. ഒരു അക്കൗണ്ട് ഇല്ല എങ്കിൽ നിങ്ങളൊരു പുതിയ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. ഓക്കെ, ഓൾറെഡി എനിക്ക് ഇതിൽ അക്കൗണ്ട് ഉണ്ടാവും, ഞാനിതിൽ എൻ്റെ അക്കൗണ്ട് ലോഗിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് നിങ്ങളുടെ ഗൂഗിൾ എക്സ്റ്റൻഷനായിട്ട് ഇവിടെ നിങ്ങൾക്ക് സേവ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ സാധിക്കും, മോസ് ബാർ ടൂൾ നിങ്ങൾക്ക് അവൈലബിൾ ആവുന്ന രീതിയിൽ ഇവിടെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഞാനിവിടെ ഓൾറെഡി മൗസ് ബാർ കണക്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് മൗസ് ബാർ ഇതുപോലെ എക്സ്റ്റൻഷൻ ആഡ് ചെയ്യുക എന്നുള്ളതും കൂടി ഒന്ന് ചെക്ക് ചെയ്യാം. ഗൂഗിൾ വെബ് സ്റ്റോറിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ലോഗിൻ ചെയ്യുക. ഗൂഗിൾ വെബ് സ്റ്റോറിൽ ഇവിടെ എന്ത് ചെയ്യാം, മൗസ് ബാർ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്റ്റൻഷൻ ഇവിടെ കാണാം. ഈ എക്സ്റ്റൻഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, ഓക്കെ മൗസ് ബാർ ഞാൻ ഓൾറെഡി മൗസ് ബാർ ഇവിടെ എക്സ്റ്റൻഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആഡ് ചെയ്യാത്ത ഒരു ഓപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ആഡ് ടു എക്സ്റ്റൻഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ ഡിസ്പ്ലേ ചെയ്യും. അത് നിങ്ങളത് ക്ലിക്ക് ചെയ്തിട്ട് ആഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഒരു മൗസ് ബാർ നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു യൂസ് എന്താണ് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്ന് ജസ്റ്റ് കാണിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കീവേഡ്സ് ഫൈൻഡ് ചെയ്യാൻ, ലിങ്ക്സ് നോക്കാൻ, അതുപോലെ ഡൊമൈൻ അതോറിറ്റി, അതുപോലെ തന്നെ പേജ് അതോറിറ്റി ഒക്കെ ചെക്ക് ചെയ്യാൻ വളരെ ഈസി ആയിട്ട് സാധിക്കുന്ന ഒരു പ്രൊഫഷണൽ ടൂളാണ് മോസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ മോസ് ബാറിൽ നിങ്ങൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് അതിൻ്റെ റിസൾട്ട് വരിക എന്നുള്ളത് ഞാൻ കാണിക്കാം. ഓക്കെ, മോസ് ബാർ എന്ന് പറയുന്ന ഈ ടൂൾ നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ഗൂഗിളിൽ ജസ്റ്റ് എന്തെങ്കിലും സെർച്ച് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, ആ ഒരു ഡൊമൈൻ്റെ അല്ലെങ്കിൽ വെബ്സൈറ്റിൻ്റെയും സ്കോർസ് ഇവിടെ നിങ്ങൾക്ക് കാണുന്നതായിരിക്കും. PA എന്ന് പറയുന്നത് പേജ് അതോറിറ്റിയാണ്, 65 ഉണ്ട്. ഡൊമൈൻ അതോറിറ്റി എന്ന് പറയുന്നത് DA 91% ആണുള്ളത്. അപ്പോൾ നിങ്ങൾക്കിത് ഈ ഒരു പ്ലാറ്റ്ഫോംസൊക്കെ നിങ്ങൾക്ക് ഏറ്റവും പെർഫെക്റ്റ് ആണ്. ബാക്ക് ലിങ്ക് ചെയ്യുന്നതിന് ഡു ഫോളോ ലിങ്കാണ്. നിങ്ങൾക്ക് വളരെ
കറക്റ്റായിട്ട് ആപ്റ്റ് ആവുന്ന ഒരു സൈറ്റ് തന്നെ ആയിരിക്കും. ഏകദേശം നമുക്കൊരു 30 to 40 എബോള്ള DA/PA കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാം, നിങ്ങളുടെ ബാക്ക് ലിങ്ക് ചെയ്യുന്നതിന് വേണ്ടി ചൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഡു ഫോളോ ലിങ്കുകൾ ഫൈൻഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഒരുപാട് സൈറ്റിൻ്റെ ഒക്കെ ഇതുപോലെ എന്ത് ചെയ്യുന്നു, ഡിസ്പ്ലേ ചെയ്ത് വരും. അപ്പം ഞാൻ ജസ്റ്റ് മറ്റൊരു ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. സോഷ്യൽ ബുക്ക് മാർക്കിംഗ് സൈറ്റുകളും ജസ്റ്റ് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം. ഓക്കെ, brandwatch.com ഇതിൻ്റെ ഒരു PA റാങ്കും DA റാങ്കും ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മൗസ് ബാറിൻ്റെ ഓരോ ആക്ടിവിറ്റി, അല്ലെങ്കിൽ മൗസ് ബാറിൽ ഒരു സൈറ്റിൻ്റെ ആക്ടിവിറ്റി എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഡൊമൈൻ അതോറിറ്റി എന്താണ്, പേജ് അതോറിറ്റി എന്താണെന്നുള്ളത് ഇതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡിസ്പ്ലേ ചെയ്ത് വരുന്നതായിരിക്കും. അതിനനുസരിച്ച് നിങ്ങൾക്ക് ബാക്ക് ലിങ്കിന് വേണ്ടിയിട്ടത് ഉപയോഗിക്കാം. ഓക്കെ, ഫൈൻ. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിലൂടെ നമുക്ക് അറിയാൻ സാധിക്കും. ഓക്കെ, ഗെറ്റ് പോക്കറ്റിൻ്റെ ഏകദേശം ക്യാരക്ടേഴ്സ്, ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ ഇങ്ങനെ ഓരോന്നായിട്ട് ഡിസ്പ്ലേ ചെയ്ത് വരുന്നതായിരിക്കും. നമുക്കതിന് നമ്മളുടെ പർപ്പസ് അനുസരിച്ച് നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം മാക്സിമം യൂസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സോഷ്യൽ ബുക്ക് മാർക്കിങ്ങിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് നോക്കാം. തേർഡ് പോയിൻ്റ് ആണ് ഹൈ അതോറിറ്റി പ്രൊഫൈൽ ക്രിയേഷൻ. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഹൈ അതോറിറ്റി പ്രൊഫൈൽ ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലാറ്റ്ഫോമിനേക്കാൾ കൂടുതൽ അതോറിറ്റി, ഗൂഗിളിൽ കൂടുതൽ അതോറിറ്റിയുള്ള പ്ലാറ്റ്ഫോമുകളും വെബ്സൈറ്റുകളും ബ്ലോഗുകളും ഒക്കെ ഉണ്ടായിരിക്കും. ആ പ്ലാറ്റ്ഫോമുകളിൽ നമുക്ക് പോയിട്ട് നമ്മുടെ പ്രൊഫൈൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതിൽ യൂസർ നെയിം പാസ്വേഡും ക്രിയേറ്റ് ചെയ്യാം, നമ്മുടെ അഡ്രസ്സ് കൊടുക്കാം, ബിസിനസ് ഡീറ്റെയിൽസ് കൊടുക്കാം, അങ്ങനെയുള്ള ഒരുപാട് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തുകൊണ്ട് നമുക്കതിലൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാം. ഇൻക്ലൂഡിങ് നമ്മുടെ ഫോട്ടോ, അതിൽ നമുക്ക് ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, മറ്റൊരു പ്ലാറ്റ്ഫോമിൽ നമ്മുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഗൂഗിളിനത് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് പ്രൊഫൈൽ ക്രിയേഷൻ സൈറ്റാണ്, എങ്ങനെയാണ് പ്രൊഫൈൽ ക്രിയേഷൻ ചെയ്യുക എന്നുള്ള ഓപ്ഷനാണ് ഈ ഒരു ഇതിൽ നമുക്ക് വരുന്നത്. ഓക്കെ, പ്രൊഫൈൽ ക്രിയേഷൻ സൈറ്റ് ഞാനിവിടെ Archive.org എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം ഞാൻ ഓപ്പൺ ചെയ്തു. അപ്പോൾ അതിൻ്റെ PA അതുപോലെ DA റാങ്ക് ഇവിടെ നിങ്ങൾക്ക് കാണാം. PA എന്ന് പറയുമ്പോൾ പേജ് അതോറിറ്റി, അതുപോലെ തന്നെ ഡൊമൈൻ അതോറിറ്റി. PA റാങ്ക് എന്ന് പറയുന്നത് വളരെ ഹ്യൂജ് ആയിട്ടുള്ളൊരു ലിങ്കാണ് വരുന്നത്. അതുപോലെ തന്നെ ഡൊമൈൻ അതോറിറ്റി 94, ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ് ഡൊമൈൻ, ഈ ഒരു ഡൊമൈൻ എന്ന് പറയുന്നത്, ഈ ഒരു വെബ്സൈറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്പാം സ്കോർ വളരെ കുറവാണ്, 1% ആണ്. ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണിത്. നമുക്ക് ബാക്ക് ലിങ്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഡു ഫോളോ പ്ലാറ്റ്ഫോമാണിത്. ഓക്കെ, ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നു, ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാം. പ്രൊഫൈൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ബിസിനസ്സിനെ സംബന്ധിക്കുന്ന എല്ലാ ഡീറ്റെയിൽസും എൻ്റർ ചെയ്ത് ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത്തരം വലിയ പ്ലാറ്റ്ഫോമുകളിൽ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്നതായി ഗൂഗിൾ പെട്ടെന്ന് ഇതിനെ എന്ത് ചെയ്യുന്നു, ഐഡൻറ്റിഫൈ ചെയ്യുന്നു. നമ്മുടെ ഒരു പ്രൊഫൈൽ പുതുതായിട്ട് ഗൂഗിളിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുകയും ആ കണക്ഷൻ വലിയൊരു കണക്ഷനാണ്. നമ്മൾ കൂടുതലും ഡു ഫോളോ ലിങ്കാണ് എപ്പോഴും ഫോളോ ചെയ്യുന്നതെങ്കിൽ അത് നമുക്ക് ഗ്രോത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമായിരിക്കും. ഓക്കെ, അപ്പോൾ കറക്റ്റായിട്ട് എപ്പോഴും നിങ്ങളുടെ ഡു ഫോളോ ലിങ്കുകൾ മാത്രം ഫോളോ ചെയ്യുക, ഡു ഫോളോ സൈറ്റ് മാത്രം ഫോളോ ചെയ്യുക. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നു, ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ ലോഗിൻ സൈനപ്പ് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ സൈനപ്പ് ബട്ടൺ, ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൈനപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, ഞാനിവിടെ എന്ത് ചെയ്തു, ഇമെയിൽ എൻ്റർ ചെയ്തു. ശേഷം ചൂസ് സ്ക്രീൻ നെയിം എന്നുള്ളൊരു ഓപ്ഷനാണ് കാണുന്നത്. അപ്പോൾ എനിക്കവിടെ ഏത് നെയിമാണോ കൊടുക്കേണ്ടത് ആ നെയിം എനിക്കിവിടെ എൻ്റർ ചെയ്യാവുന്നതാണ്. ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യുന്നു, ഓക്കെ, ജസ്റ്റ് ഒരു നെയിം എൻ്റർ ചെയ്തു. അതുപോലെ തന്നെ ജസ്റ്റ് ഒരു പാസ്വേഡ് ഞാനിവിടെ എൻ്റർ ചെയ്യാണ്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഞാൻ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തു, മെയിൽ ID പാസ്വേഡൊക്കെ എൻ്റർ ചെയ്ത് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തു. നിങ്ങളെപ്പോഴും പ്രൊഫൈലും അതുപോലെ തന്നെ സോഷ്യൽ ബുക്ക് മാർക്കിംഗ് എല്ലാം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള റെക്കോർഡ് കീപ്പ് ചെയ്യുക. ഒരു എക്സൽ ഷീറ്റിലൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് നോട്ട് ചെയ്ത് വെക്കുന്നത് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു വേ ആണ്. ഓക്കെ, അപ്പം നമ്മുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തു. ഇനി ചെയ്യേണ്ടത് നമ്മുടെ പ്രൊഫൈലിൽ ആവശ്യമുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ എൻ്റർ ചെയ്യുക, പ്രൊഫൈൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ എന്താണോ നമ്മൾ ചെയ്യേണ്ട ആക്ടിവിറ്റി, പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യലാണോ അല്ലെങ്കിൽ എന്താണോ ഈ ഒരു സൈറ്റിൻ്റെ പ്രത്യേകത, അല്ലെങ്കിൽ ഈ സൈറ്റിൻ്റെ ഒരു ആക്ടിവിറ്റി എന്താണോ അതിനനുസരിച്ച് നമുക്കും ഈ പ്ലാറ്റ്ഫോം യൂസ് ചെയ്ത് നമുക്ക് ഷെയർ ചെയ്യാം. അതുവഴി ഗൂഗിളിൽ കൂടുതൽ കണക്ടിവിറ്റി ബിൽഡ് ചെയ്യാനും വിസിബിലിറ്റി കൂട്ടാനും നമുക്ക് ഈ ഒരു പ്രൊഫൈൽ ക്രിയേഷനിലൂടെ നമുക്ക് സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ പ്രൊഫൈൽ ക്രിയേഷൻ, സോഷ്യൽ ബുക്ക് മാർക്കിംഗ്, ഇതെല്ലാ പ്രോസസ്സും കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്യുക. ഓക്കെ, കൂടുതൽ അതോറിറ്റിയുള്ള പ്ലാറ്റ്ഫോമുകളും വെബ്സൈറ്റുകളും ബ്ലോഗുകളും ഒക്കെ ഉണ്ടായിരിക്കും.
ആ പ്ലാറ്റ്ഫോമുകളിൽ നമുക്ക് പോയിട്ട് നമ്മുടെ പ്രൊഫൈൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതിൽ യൂസർ നെയിം പാസ്വേഡും ക്രിയേറ്റ് ചെയ്യാം, നമ്മുടെ അഡ്രസ്സ് കൊടുക്കാം, ബിസിനസ് ഡീറ്റെയിൽസ് കൊടുക്കാം, അങ്ങനെയുള്ള ഒരുപാട് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തുകൊണ്ട് നമുക്ക് അതിലൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാം, ഇൻക്ലൂഡിങ് നമ്മുടെ ഫോട്ടോ. അതിൽ നമുക്ക് ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, മറ്റൊരു പ്ലാറ്റ്ഫോമിൽ നമ്മുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഗൂഗിളിനത് മനസ്സിലാക്കാൻ സാധിക്കും നമ്മളെവിടെയെങ്കിലും പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എന്ത് ചെയ്യും, ആ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തത് ഗൂഗിളിൽ നമ്മളുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കീവേഡുകളൊക്കെ വെച്ച് സെർച്ച് ചെയ്യുന്ന സമയത്ത് അതെന്ത് ചെയ്യുന്നു, വിസിബിളായിട്ട് വരുന്നു. അങ്ങനെ നമ്മളെ കീവേഡ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ പേര് എവിടേക്കാണോ കണക്ഷൻ നമുക്ക് ഇൻക്രീസ് ചെയ്തിട്ടുള്ളത് അതെല്ലാം ഗൂഗിളിൽ ഒരു വിസിബിലിറ്റി കൂട്ടുന്നതിന് നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഈ പ്രൊഫൈൽ ക്രിയേഷൻ അല്ലെങ്കിൽ സൈറ്റുകൾ എന്ന് പറയുന്നത് എപ്പോഴും ഹൈ അതോറിറ്റി സൈറ്റുകൾ മാത്രം നിങ്ങൾ ചൂസ് ചെയ്യുക. ഗൂഗിളിൽ നമുക്ക് സെർച്ച് ചെയ്തെടുക്കാം, അതിൻ്റെ അതോറിറ്റി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. മോസ് ബാർ ടൂളുകളൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ലെസണിൽ ഒരു ബാക്ക്ലിങ്ക് മെത്തേഡ് 1 നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്കതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിക്കാം. ഓക്കെ, ഇതിൽ ഫസ്റ്റ് ഓപ്ഷനാണ് പിംഗ്-ഓ-മാറ്റിക് എന്ന് പറയുന്നത്. പിംഗ്-ഓ-മാറ്റിക്. ഓക്കെ, ഇവിടെ നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ബ്ലോഗിൻ്റെ നെയിം എന്താണോ അത് ടൈപ്പ് ചെയ്യുക. ശേഷം ബ്ലോഗിൻ്റെ ഹോം പേജ് URL എൻ്റർ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, താഴെ ഒരു ഓപ്ഷൻ ഉള്ളത് ഓപ്ഷനിലാണ്, RSS URL കൊടുക്കാനുള്ള ഓപ്ഷനിലാണ്. അത് ഓപ്ഷനിലായതുകൊണ്ട് തന്നെ നിർബന്ധമില്ല. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് സെൻഡ് പിങ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, ഈ ഒരു ഓപ്ഷൻ ആക്ടിവേറ്റ് ആവുന്നതായിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സ് ഡൺ ആവുന്നതായിരിക്കും. പിംഗ്-ഓ-മാറ്റിക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് സർവീസ് എന്ന് പറഞ്ഞാൽ അപ്ഡേറ്റ് ഡിഫറെൻറ്റ് സെർച്ച് എഞ്ചിൻസിൽ നമ്മുടെ ബ്ലോഗിനെ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു പ്ലാറ്റ്ഫോം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഏത് പ്ലാറ്റ്ഫോമിൽ നമ്മുടെ വിസിബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ ഈ ഒരു ടൂൾ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് സോഷ്യൽ ബുക്ക് മാർക്കിംഗ് ആണ്. സോഷ്യൽ ബുക്ക് മാർക്കിംഗ് സൈറ്റ് എന്ന് ജസ്റ്റ് സിംപ്ലി നമ്മൾ ഗൂഗിളിലൊന്നും ടൈപ്പ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് കിട്ടും. ഇപ്പം നമുക്ക് ഏത് ലൊക്കേഷനിലാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് സെർച്ച് ചെയ്യാം. സോഷ്യൽ ബുക്ക് മാർക്കിംഗ് സൈറ്റ് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, ഗൂഗിളിൽ ഇതുപോലെ ടൈപ്പ് ചെയ്യാവുന്നതാണ്. സോഷ്യൽ ബുക്ക് മാർക്കിംഗ് സൈറ്റ് ലിസ്റ്റ്. ഓക്കെ, ഫോർ ഇന്ത്യ, ഓസ്ട്രേലിയ, മീനിങ്, ഇങ്ങനെ ഒരുപാട് ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. അപ്പോൾ അതിൽ സോഷ്യൽ ബുക്ക് മാർക്കിംഗ് സൈറ്റ് ഇത് ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നൊരു ഓപ്ഷനാണ് സോഷ്യൽ ബുക്ക് മാർക്കിംഗ് സൈറ്റ് എന്ന് പറയുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, ഒരുപാട് ഡാറ്റ നമുക്ക് ഷോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇനി അതല്ല, സോഷ്യൽ ബുക്ക് മാർക്കിംഗ് ടോപ്പ് 100+ സോഷ്യൽ ബുക്ക് മാർക്കിംഗ് സൈറ്റ് 2020 എന്നുള്ള രീതിയിലൊക്കെ നമുക്കിവിടെ ഓരോ അപ്ഡേഷൻസ് നിങ്ങൾക്ക് ഗൂഗിളിൽ കാണുന്നുണ്ട്. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ഹൈ അതോറിറ്റി കൂടിയ ലിങ്കുകൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റുന്നു, സെർച്ച് ചെയ്തെടുക്കാം. ഇത് ഒരു ഓപ്ഷനാണ്. അല്ലെങ്കിൽ നമുക്ക് അറിയാം, ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്നതാണ്, എന്ത് ചെയ്യുക, നമ്മൾ ഓരോ കീവേഡ് വെച്ചിട്ട് നമ്മൾ ഏത് കാറ്റഗറിയാണോ നമ്മുടെ ബ്ലോഗ് വരുന്നത്, ഫാഷൻ ആണെങ്കിൽ ഫാഷനുമായി ബേസ് ചെയ്യുന്ന അതർ സൈറ്റുകൾ നമ്മൾ ഫൈൻഡ് ചെയ്ത് കണ്ടെത്തി അതിൻ്റെ ഡൊമൈൻ അതോറിറ്റി, പേജ് അതോറിറ്റിയൊക്കെ മോസ് ബാർ വെച്ച് ചെക്ക് ചെയ്യാവുന്നതാണ്. മോസ് ബാർ മാത്രമല്ല, ഒരുപാട് ടൂളുകളുണ്ട് ഡൊമൈൻ അതോറിറ്റിയൊക്കെ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ ടൂളുകൾ വെച്ച് നമുക്ക് ഏകദേശം എന്ത് ചെയ്യുക, പ്ലാറ്റ്ഫോമിൻ്റെ ഒരു അതോറിറ്റി ചെക്ക് ചെയ്തിട്ട് നമുക്ക് അതിൽ എന്ത് ചെയ്യുന്നു, സോഷ്യൽ ബുക്ക് മാർക്കിംഗ് സൈറ്റുകളിൽ പോയിട്ട് നമ്മുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാം. അതിൽ നിങ്ങൾക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് പോസ്റ്റ്സ് അപ്ലോഡ് ചെയ്യാം. എബൌട്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു കണക്ഷൻ സക്സസ്ഫുൾ ആവുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് എത്ര സോഷ്യൽ ബുക്ക് മാർക്കിംഗ് സൈറ്റുകളിലും രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ ഒരു പ്രോസസ്സ് നമുക്ക് ഫേസ്ബുക്കിലൊക്കെ അക്കൗണ്ട് തുടങ്ങുന്ന പോലെ തന്നെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അത് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഹൈ അതോറിറ്റി പ്രൊഫൈൽ ക്രിയേഷൻ ആണ്. ഓക്കെ, പ്രൊഫൈൽ ക്രിയേഷൻ. ഓക്കെ, നമുക്കിവിടെ പ്രൊഫൈൽ ക്രിയേഷൻ സൈറ്റ്സ് ഇതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, എടുക്കാൻ സാധിക്കും. ഓക്കെ, ഇപ്പം ഇതുപോലെ പ്രൊഫൈൽ ക്രിയേഷൻ സൈറ്റുകൾ നിങ്ങൾ കാണുന്നുണ്ട്. ഏകദേശം ഇപ്പോൾ ആമസോൺ, യാഹൂ, ഗൂഗിൾ, ലിങ്ക്ഡിൻ, വേർഡ്പ്രസ്, പ്രിൻട്രസ്റ്റ്, ഫേസ്ബുക്ക്, ഇങ്ങനെയുള്ള ഒരുപാട് ഹൈ അതോറിറ്റി പ്രൊഫൈൽ ക്രിയേഷൻ പ്ലാറ്റ്ഫോമുകളിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നു, നമ്മുടെ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് പ്രൊഫൈൽസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം അതിലെപ്പോഴും എബൌട്ട്, നമ്മുടെ വെബ്സൈറ്റ് URL, കോൺടാക്ട് ഡീറ്റെയിൽസ് ഇതെല്ലാം എൻ്റർ ചെയ്യുന്ന വഴി നമുക്ക് ആ ഒരു പ്ലാറ്റ്ഫോമിൽ വിസിബിലിറ്റി കൂടുകയാണ്. അതുപോലെ തന്നെ ഗൂഗിളിലും വിസിബിലിറ്റി കൂട്ടാൻ സാധിക്കും, കൂടുതൽ ട്രാഫിക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് അതോറിറ്റി കൂടിയ
പ്ലാറ്റ്ഫോമുകൾ മാത്രം ചൂസ് ചെയ്യുക. അത് എപ്പോഴും നിങ്ങളുടെ മൈൻഡിലുണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ലെസണിൽ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത് സോഷ്യൽ ബുക്ക് മാർക്കിംഗ്, അതുപോലെ തന്നെ ഹൈ അതോറിറ്റി പ്രൊഫൈൽ ക്രിയേഷൻ, സെർച്ച് എഞ്ചിൻ സബ്മിഷൻസ് ആയിരുന്നു. അപ്പോൾ അത് നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ നിങ്ങൾ സോഷ്യൽ ബുക്ക് മാർക്കിംഗ് സൈറ്റുകളൊക്കെ സെർച്ച് ചെയ്തിട്ടും അല്ലെങ്കിൽ സെപ്പറേറ്റ് കീവേഡ് വെച്ച് സെർച്ച് ചെയ്തിട്ടും നിങ്ങൾക്ക് എടുക്കാം. എന്നിട്ട് ഡൊമൈൻ അതോറിറ്റി ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അതിൽ പ്രൊഫൈൽസ് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ ഓരോ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് നിങ്ങളൊരു എക്സൽ ഷീറ്റിലോ പേപ്പറിലോ ആയിട്ട് നോട്ട് ചെയ്ത് വെക്കുക. കാരണം വീണ്ടും നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ അത് എന്ത് ചെയ്യാം, പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, ഫൈൻ. അപ്പോൾ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും കൂടുതലായിട്ട് അറിയേണ്ടതുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക, കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.